ഡിയർ ഫ്രണ്ട്സ്, ഇത് തിരുമലൈ കോവിൽ. തിരുമലൈ കോവിൽ ചെന്നാൽ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ചില വഴിപാടുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ക്ഷേത്ര കവാടത്തിൽ നിന്നും ഇടതുവശത്തായി ആൽച്ചുവട്ടിൽ തിരുപ്പനി വിനായക ക്ഷേത്രം കാണാം. ഇത് ഉച്ചിപ്പിള്ളയാർ ശ്രീകോവിൽ. പടവുകൾ കയറി ഭഗവാനെ യഥാവിധി സേവിച്ചാൽ 16 തരം ഐശ്വര്യങ്ങൾ ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത്. കവാടത്തിനുള്ളിൽ വലതുവശത്തായി അർച്ചന മറ്റു വഴിപാടുകൾക്കുള്ള രസീത് കൗണ്ടർ കാണാം. അവിടെ നിന്ന് പനിനീർ ലഭ്യമാണ്. അവിടെ നിന്നും ഉള്ളിൽ ചെന്നാൽ മറ്റൊരു ടിക്കറ്റ് കൗണ്ടറുണ്ട്. അവിടെ നിന്ന് പാസ് എടുത്തു കഴിഞ്ഞാൽ നീണ്ട ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. 20 രൂപ, 100 രൂപ എന്നിങ്ങനെയാണ് ചാർജ്. 100 രൂപ പാസ് എടുത്താൽ ഫ്രണ്ട് സിറ്റിംഗ് ലഭ്യമാണ്. ഭഗവാന്റെ മുൻപിൽ പോയിരുന്ന് പ്രാർത്ഥിക്കാം. തിരുമേനി ഹാരവും പ്രസാദവും നൽകി അനുഗ്രഹിക്കും. ഭഗവാനെ കണ്ടു തൊഴുത് പടവുകൾ ഇറങ്ങി വന്ന് ഇടതുവശത്തേക്ക് പോയാൽ അവിടെ ശ്രീ തിരുമലൈ കാളിയമ്മൻ ക്ഷേത്രം കാണാം. കാളിയമ്മൻ ക്ഷേത്രത്തിൽ നിന്നും തൊഴുതിറങ്ങി മുന്നോട്ട് നടന്നാൽ അഷ്ടപത്മക്കുളത്തിനരികിലെത്താം. ഭഗവാന് അഭിഷേകത്തിനും മറ്റും എടുക്കുന്നത് ഇതിലെ ജലമാണ്. അഗസ്ത്യമുനിക്ക് കുമാരസ്വാമി ദർശനം നൽകിയതും ഇവിടെ വെച്ചാണ്. മലമുകളിലെ ഒരിക്കലും വറ്റാത്ത കുളമാണിത്. ദേവദേവാദികളാൽ പ്രസാദ്യമാണിവിടം. കുളത്തിനരികിലായി തന്നെ ഒരു പുളിമരം കാണാം. ഇവിടുത്തെ പ്രധാന വൃക്ഷമാണിത്. ഇവിടെ ലിംഗപ്രതിഷ്ഠയും മുരുകനും മുരുകൻ്റെ ആയുധമായ വേലും ദേവീ വിഗ്രഹവും കാണാം.